പ്രിയപ്പെട്ട എൻ്റെ നല്ല സുഹൃത്തുക്കളെ, വളരെ ലളിതവും എന്നാൽ ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തതുമായ ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അത് മറ്റൊന്നുമല്ല, മരണത്തെക്കുറിച്ചും മരണാനന്തരം ശരീരത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും മാത്രമാണ്. ദ മോസ്റ്റ് ബോറിംഗ് ഫ്രണ്ട് ഓഫ് അവർ ലൈഫ് ഈസ് അവർ ഡെത്ത്. ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളെ കാത്തിരിക്കുകയും നമ്മളോടൊപ്പം നടക്കുകയും നമ്മളെ കൊണ്ടുപോകുന്നിടം വരെ കൂടിയിരിക്കുകയും ചെയ്യുന്ന ഒറ്റ സുഹൃത്തേ ഉള്ളൂ. അത് നമ്മുടെ മരണമാണ്. 1998 ഞാൻ വൈദിക പദവിയിലേക്ക് കടക്കുന്നത്. എനിക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് തണ്ണിത്തോടാണ്. അവിടെ 5 പള്ളികളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആൻഡോ അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. 2 മാസം കഴിയുമ്പോൾ അവിടുന്ന് എനിക്ക് ചിത്രകോണത്ത് 5 പള്ളികൾ ലഭിച്ചു. കൊട്ടാരക്കര, ചിത്രകോണം, കുടിയാട്ടുവിള, കോക്കാട്, വില്ലൂർ, മയിലാടുംപാറ എന്ന 5 പള്ളികളാണ്. 2001 വരെ ഈ 5 പള്ളിയിലും 5 കുർബാന ചൊല്ലിയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 2001 എനിക്ക് ബഹുമാനപ്പെട്ട തോമസ് മദ്രാസ് എന്ന് പറയും, ഇപ്പം മരകാണിച്ച് പഠിപ്പിക്കുന്നു. അദ്ദേഹത്തെ എന്നെ സഹായിക്കുന്നതിനോ പള്ളിയെ സഹായിക്കുന്നതിനോ ലഭിച്ചു. അതോടൊപ്പം അന്നേരം പനവേലി പള്ളിയുടായി 6 പള്ളിയായി. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മുടെ വെസ്ലിസ്തുത പറഞ്ഞു, ഒഴിവാറയ്ക്കൽ പള്ളിയുടെ നോക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നോക്കാം. അങ്ങനെ ഒഴിവാറയ്ക്കൽ പള്ളി കിട്ടി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം വീണ്ടും രാത്രി ഫോൺ വരുന്നു, പട്ടാഴിപ്പള്ളിയിൽ അച്ഛനില്ല, ആ 3 പള്ളികളോട് നോക്കണം. അപ്പം 7, 3, 10 പള്ളികളായി. അപ്പോൾ ഞാനും തോമസൂടെ പരസ്പരം കണ്ടിലൊക്കെ നോക്കി പറഞ്ഞു, സാരമില്ല, മാനേജ് ചെയ്യാം. അങ്ങനെ കുറച്ച് നാളതൊക്കെ മാനേജ് ചെയ്തു. അങ്ങനെ 10 പള്ളികളിൽ ഞങ്ങൾ രണ്ടുകൂടെ അത്യാവശ്യം ഓടി നടന്ന കുർബാനയിലും. പിന്നെ ചിത്രകോണത്ത് ചില ദിവസം ഉച്ച കഴിഞ്ഞ് തമിഴ് കുർബാനയാണ്. അങ്ങനെ 6, 7 കുർബാനകളൊക്കെ ഒരു ഞായറാഴ്ച ചൊല്ലിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ആരാധനയുള്ള സമയമാണെങ്കിൽ അന്നത്തെ ദിവസം 6, 7 എന്നുള്ളത് 8 ആവും. അപ്പോൾ വെസ്ലിസ്തുതാവ് എന്തൊക്കെ ചോദിക്കും, നിൻ്റെ ആരോഗ്യമൊക്കെ ഞാനുണ്ട്, എനിക്ക് ഇത്രയൊക്കെ ആരോഗ്യമുണ്ടോ ചൊല്ലാൻ, ഇത്രയൊക്കെ ചൊല്ലാനൊക്കെ ആയിട്ട്. എന്നിട്ട് ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞ്, പിതാവിൻ്റെ സ്വരം എനിക്ക് കൃത്യം അറിയാം. അച്ഛനൊരു വർഷം ഒരു കുർബാന ചൊല്ലിയെന്ന് വിചാരിച്ച പള്ളിക്കാർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും പറയാനല്ല ഞാനിവിടെ വന്നത്. ഞാനതാണ്ട് 787 ആളുകളെ അടക്കിയിട്ടുണ്ട്. അവരുടെ ശവം അടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു റാഡിക്കൽ ചേഞ്ച് ചെയ്യാൻ എടുത്തത്, ആത്മഹത്യ ചെയ്ത ഒരാളെ കൊണ്ടുവന്ന് തെമ്മാടിക്കുഴി എന്ന കൺസെപ്റ്റൊക്കെ ഉണ്ട് 98 കാലഘട്ടത്തിൽ അടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, തെമ്മാടിക്കുഴി അടക്കുന്ന കാലമൊക്കെ പോയി. വത്തിക്കാൻ കൗൺസിലിന് ശേഷം അങ്ങനൊന്നുമില്ല. ഇവർ അരമനെ വിളിച്ചു, സംസാരിച്ചു, പ്രശ്നമൊക്കെ ആയി. ഞാൻ പറഞ്ഞില്ല, എന്ത് പറഞ്ഞാലും ഇവർ സാധാരണക്കാരടക്കുന്ന കൂട്ടത്തിൽ അടക്കുന്നുള്ളൂ. ആ വ്യക്തിയുടെ പ്രായം ഞാൻ പറഞ്ഞില്ല, ആളിനെ പെട്ടെന്നില്ല ഐഡൻറ്റിഫൈ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചിത്രകോണക്കാർ ഐഡൻറ്റിഫൈ. ഞാൻ പറഞ്ഞില്ല, സാധാരണക്കാരെ അടക്കുന്ന സ്ഥലത്തെ അടക്കുന്നുള്ളൂ. ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊക്കെ വായിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അവിടെ തന്നെ അടക്കി. ഒരുപാട് തീർപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ പനകുന്നിലെ സാവുച്ചാനൊക്കെ അറിയാം, നമ്മുടെ കൊളത്തുപ്പുഴ കിടന്ന് മരിച്ച ഒരാൾ, അവിടുത്തെ പള്ളിക്കാരും എടുത്തില്ല. പുള്ളി ആരാന്ന് പറഞ്ഞൂടാ, അനാഥ ശവമായിരുന്നു. ക്രിസ്ത്യനാണോ മറ്റോ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അടക്കാൻ സ്ഥലമില്ലെങ്കിൽ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ചിത്രകോണത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ചിത്രകോണക്കാരും എതിർത്തില്ല. അന്ന് കുഞ്ഞുട്ടിച്ചാന മറ്റുമാണെന്ന് തോന്നുന്നു അന്നത്തെ സെക്രട്ടറി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. പുള്ളി വളരെ മാന്യമായിട്ട്, അടക്കാൻ ആളില്ലാതെ നമുക്ക് അടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും ഇടവക്കാരൊക്കെ സഹകരിച്ചു. ഞാൻ അദ്ദേഹത്തെ അടക്കിയ സ്ഥലം എനിക്ക് ഇന്നും അറിയാം, ചിത്രകോണം പള്ളിയുടെ ഏത് കോണിലാണ്. ഇതും പറയാനല്ല ഞാനത് തുടങ്ങിയത്. അങ്ങനെ അതിൻ്റെ 700 ശേഷം ആളുകളെ ഞാൻ പല പ്രാവശ്യമായിട്ട് പല പള്ളികളിൽ അടക്കിയിട്ടുണ്ട്. ഇതിൽ ഏതാനും കല്ലറകൾ ഞാൻ തുറന്നിട്ടുണ്ട്. എൻ്റെ പപ്പായുടെ അടക്കവും ഞാൻ തന്നെയാണ് മുഖംമൂടി അടക്കിയത്. എൻ്റെ പപ്പായുടെ കല്ലറ ഞാൻ തുറന്നിട്ടുണ്ട്. പപ്പയുടെ കല്ലറ തുറന്നത് കുടുംബ കല്ലറ കെട്ടാൻ വേണ്ടിയാണ്. ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന റൂബിൻ്റെ കല്ലറ ഞാൻ തുറന്നിട്ടുണ്ട്. റൂബിൻ്റെ അതും കുടുംബ കല്ലറ കെട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പ് മുകളിൽ അറക്കപ്പൊടി വിതറിയിട്ട് അത് മോപ്പിട്ട് കെട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആര് മരിച്ചാലും ഞാൻ ഇപ്പോൾ സ്ഥലത്തുണ്ടായി പോലും ശവക്കല്ലറ തുറക്കുകയാണെങ്കിലും അവരുടെ കുടുംബ കല്ലറ കെട്ടാൻ, മറ്റേ പഴയതൊന്ന് മറവ് ചെയ്യാൻ പറയും. ആരെങ്കിലും മറവ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇങ്ങനെ മരിച്ചവരെക്കുറിച്ച് പേടിയില്ല. ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചുള്ള ചെറിയ ഭയമുള്ളൂ. മരിച്ചവരെക്കുറിച്ച് വലിയ ഭയം എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടേ ഇല്ല. അതാരും ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു 36 വയസ്സുള്ളൊരു സ്ത്രീയെ അടക്കിയിട്ടുണ്ട്. കാണാൻ ഭയങ്കര സൗന്ദര്യവും ഭയങ്കര ആകർഷണമുള്ള സ്ത്രീയാണ്. ഈ സ്ത്രീ നമ്മുടെ മലങ്കര പള്ളിയിലല്ല, മറ്റൊരു പള്ളിയാണ്. ലാറ്റിൻ പള്ളിയുടെ നല്ല ബന്ധമാണ്. ലാറ്റിൻ പള്ളികളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കുർബാന ചൊല്ലി അവിടെ അടക്കമൊക്കെ നടക്കും.
പക്ഷേ ഈ സ്ഥലം ഞാൻ പറയുന്നില്ല, സ്ഥലം കുണ്ട്ര കഴിഞ്ഞാൽ അത്രയും അറിയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടക്കം എന്നെ വല്ലാതെ ബാധിച്ചു, എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. കാരണം ഷി വാസ് പ്രഗ്നൻ്റ് ആയിരുന്നു പുള്ളിക്കാരി, എല്ലാം കഴിഞ്ഞിട്ടാണ്. ഭർത്താവിൻ്റെ പീഡനമൊക്കെ സഹിക്കാൻ വയ്യാതായിരുന്നു ഇതിൻ്റെ മരണം. അപ്പോഴേ കുർബാന കഴിഞ്ഞു, പൂജ ഞാൻ ചൊല്ലി. എനിക്ക് മലങ്കര കത്തോലിക്ക സഭയിലെ ബസിലിയസ് പിതാവ് 3 റൈറ്റിലും കുർബാന എല്ലാം മാർപ്പാപ്പയുടെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സിറോ മലബാർ, ലാറ്റിൻ, മലങ്കര, അതിൻ്റെ പേപ്പറിനായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് 3 റൈറ്റിലും കുർബാന എല്ലാം വരുന്നത്. പ്രത്യേക പെർമിഷൻ വേണം, മലങ്കരക്കാർക്കില്ല, ലാറ്റിൻകാർക്ക് ഏതും ചൊല്ലാം. അങ്ങനെ അവിടെ അടക്കത്തിന് ഞാൻ സംബന്ധിച്ചു. ഈ അടക്കത്തിൻ്റെ ഏതാണ്ട് ഒരു 48-49 ദിവസം കഴിഞ്ഞപ്പം ഈ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു. അതിനും അവരെന്നെ വിളിച്ചു. ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്, അതിനും എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവളെ അടക്കിട്ട് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, എങ്ങനെയാണ്? അപ്പോൾ അവർക്ക് നമ്മളെ മലങ്കര കത്തോലിക്കരേക്കായി ആഴമായ വിശ്വാസമുണ്ട് ലാറ്റിൻകാർക്ക്, അത് ഞാൻ സത്യമായി അംഗീകരിക്കും. അപ്പോൾ അവർക്കൊരു കാര്യം, ഒരു പേടി. ഒന്ന്, കൊച്ചു ഗർഭിണിയായിരുന്നു. 2, അന്ന് 6 മാസമായിട്ട് ഗർഭിണിയായിരുന്നു, ആ കുഞ്ഞും വയറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു പേടി, ഇത് തുറന്നാൽ ഇതിൻ്റെ പ്രേതമോ പിശാചോ വല്ലതും ആ കുടുംബത്തെ ബാധിക്കുമെന്നൊരു പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് തുറന്നാൽ മതി. ഞാൻ വന്നിട്ട് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, എന്താണെന്ന് കാണണം. അപ്പോൾ ഞാൻ ചെന്നു. അന്നത്തെ അച്ഛൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കാലഘട്ടം തിരിച്ചറിയും. എൻ്റെ നല്ല സുഹൃത്താണ്, ഇപ്പോഴും ലാറ്റിൻ സഭയിലെ നല്ല സുഹൃത്ത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഇത് സ്ലാബ് മാറ്റി. പെട്ടി തുറന്നു പോയിട്ടില്ല, അവളുടെ കൃഷയാത്രയായിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ പെട്ടി തുറന്നു. ഇങ്ങനെ ഒരു തുണി കൊണ്ട് മുഖം മൂടിയിരിക്കുക. അപ്പോൾ എനിക്ക് മുഖം കാണണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പതുക്കെ മുഖം ഒന്ന് മാറ്റാൻ പറഞ്ഞു. പക്ഷേ മുഖത്തിന് വലിയ കേടുപാടുകളില്ല, 42 ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കൈ ഒന്ന് കൈ കഴിച്ച് ഞാൻ തന്നെ നഖം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. തലയൊട്ടിക്ക് വലിയ നെറ്റിയുടെ ഭാഗത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുടി അതുപോലെ തന്നെ ഉണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്, കിരീടം ഇരിപ്പുണ്ട്. ഒരു പക്ഷേ ആ പെട്ടിയുടെ അടിയിൽ സിമെൻ്റ് ആയിരുന്നുണ്ടാവാം, ദ്രവിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനതിൻ്റെ ഈ പെൺകുട്ടിയുടെ കാണാവുന്ന വസ്ത്രത്തിനകത്ത് കാണാവുന്ന ഭാഗമൊക്കെ വലിയ അഴുകലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത്ര സൗന്ദര്യമുള്ള പെൺകുട്ടിയുടെ മുഖമൊക്കെ ഉണ്ടല്ലോ, ചുക്കി ചുളിഞ്ഞ് അങ്ങ് വികൃതമായ പോലായി, പക്ഷെ ദ്രവിച്ചിട്ടില്ല. ഞാനങ്ങനെ മാർത്തോമാ സഭയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാണ് നിൻ്റെ അവസാനമെങ്കിൽ ഹേ മുടനായ മനുഷ്യ, അല്ലെങ്കിൽ മനുഷ്യ, നീ നിൻ്റെ സൗന്ദര്യത്തിൽ എന്തിന് ഭ്രമിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് മാർത്തോമാ സഭയുടെ അടക്കത്തിനൊക്കെ സംബന്ധിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എന്നിട്ട് ഞാൻ ആ കൊച്ചിൻ്റെ അഴുകാത്ത കാല്, പൊഴിഞ്ഞ നഖങ്ങൾ, സ്കൂട്ടക്സ്, അതായത് ഇതിൽ നഖത്തിലിടുന്ന ഇതൊക്കെ കറക്റ്റായിട്ടുണ്ട്, അവിടെ പൊഴിഞ്ഞ് താഴെയുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ഇത്ര ഇത് പറയാൻ കാരണം, ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പർശിച്ചതാണ്. എൻ്റെ വളരെ ചെറുപ്പകാലം മുതലുള്ള ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് എടുത്തു പറയാൻ കാര്യം, മനുഷ്യ ജീവിതം നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഈ ശരീരം ശാശ്വതമായിട്ട് നമ്മളോട് നിൽക്കില്ല. ഇതാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജ്ഞാനപ്പാന വായിക്കുന്ന, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന വായിക്കുന്ന ആർക്കാണ് മരണത്തെക്കുറിച്ച് അറിയാം. അപ്പം ഈ മരണം എന്ന് നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഏതാണ്ട് ഒരു 10-15ഓളം ആളുകളുടെ ശവപ്പെട്ടി തുറക്കേണ്ട ചില സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ വിഷം കഴിച്ച് മരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് ചോദിച്ചു, ആർക്കെങ്കിലും പോകാൻ സാധിക്കും? ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്ത് ഞാൻ കയറി. ഞാൻ NCC സ്റ്റുഡൻറ്റാണ്, 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ NCC സ്റ്റുഡൻറ്റാണ്. അപ്പോൾ NCC സ്റ്റുഡൻറ്റിനെ പ്രതികരിച്ച് ഞാൻ അന്ന് എന്നെ വിട്ടു, പണിക്കർ സാർ പോകാൻ പറഞ്ഞു. എൻ്റെ കൂടെ വേറൊരാളും വന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണിയാന്ന് തോന്നുന്നു. വന്നു, ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കുന്നതെല്ലാം ഞാൻ കണ്ടു. 2 തട്ട് കെട്ടുമ്പോഴത്തേക്ക് തലയൊക്കെ തുറന്നു വരും. ഞാൻ അതിനെക്കുറിച്ച് പരിശോധന നടത്തി, തിരിച്ചു വെച്ച് കെട്ടി, പിന്നെ ബോഡിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ട് ഇടയ്ക്ക് എനിക്കിങ്ങനെ മരണത്തെക്കുറിച്ച് വലിയ ഭയം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ അല്പസമയം കൂടി പോയി തോന്നുന്നു, 10 മിനിറ്റ് ആകുമ്പോൾ നിർത്താം. നമ്മളൊക്കെ എത്ര ബുദ്ധിമാന്മാരാകട്ടെ, എത്ര ശക്തിയുള്ളവരാകട്ടെ, എത്ര ധനവാന്മാരാകട്ടെ, ഇതൊക്കെ കളഞ്ഞ് ഈ ലോകത്തുനിന്ന് പോകും എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം മുഖം ചുക്കിച്ചുളിയും, ശരീരം ആദ്യമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വയർഭാഗമായിരിക്കും പൊട്ടുന്നത്.
പൊട്ടി അഴുകിപ്പോവും. പുഴുക്കൾ മുഴുവൻ പറയുന്നത് വയർഭാഗത്താണ്. കാരണം അത് എംബാം ചെയ്യാത്ത ബോഡിയിൽ പെട്ടെന്ന് സംഭവിക്കുന്നത് അങ്ങനെ. നാക്കൊക്കെ പെട്ടെന്ന് പോകും. മൂക്കിൻ്റെ ഇത്രയും ഭാഗം അലിഞ്ഞു പോകും പെട്ടെന്ന്. നെറ്റിത്തടം ഇവിടെ ഇതുള്ളതുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഈ കണ്ണൊക്കെ കുഴിഞ്ഞ് അകത്തോട്ടങ്ങ് പോകും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന ചിന്ത ഞാൻ അതുകൊണ്ട് ഇത്രയും പങ്കുവച്ചു. ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ പുസ്തകത്തിനകത്ത് ഇതെല്ലാം വരും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഭയങ്കര ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരാൾ ഒരു കൊച്ചു പയ്യനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞിട്ട് ശരിയല്ലോ, എന്തോ ശരിയല്ല. ഞാൻ പറഞ്ഞ ഇതൊക്കെ പോടാ, ഈ ആരോഗ്യമൊക്കെ പോവും. ഇതൊക്കെ കഴിഞ്ഞ് ഒരു കോണിലൂടെയും ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പം ചിലപ്പോൾ ഈ കൊച്ചു പയ്യനായിരിക്കും നിന്നെ സഹായിക്കാൻ വരും. പിന്നെ അവൻ പെട്ടെന്ന് നടന്നങ്ങ് പോയി, നിന്നില്ല അധികം നേരം. നമ്മുടെ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ആരോഗ്യം കൊണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ എല്ലാം കീഴടക്കാം. ഒന്നുമില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ സോളമൻ തുടങ്ങിയുള്ള ഇത്രയും മനുഷ്യരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ വിജ്ഞാനത്തിനൊന്നും ഒന്നുമില്ല. തന്ന മക്കളെയും തന്ന ഭർത്താവിനെയും തന്ന ഭാര്യയും തന്ന മാതാപിതാക്കളെയും കിട്ടുന്ന ആഹാരത്തെയും കിട്ടുന്ന ജീവിത സൗകര്യത്തെയും ഇച്ചിരി നല്ല കാലാവസ്ഥയും മോശം കാലാവസ്ഥയും ഇച്ചിരി കൃഷിയും ഇച്ചിരി പ്രകൃതിയും കിട്ടിയിരിക്കുന്ന വാഹനത്തെയും ഒക്കെ ഒന്ന് സ്നേഹിച്ച് അയലത്തുകാരോട് കുശലം പറഞ്ഞ് ഒന്ന് ഇടപെട്ട് പോകാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചെങ്കിൽ ജീവിതത്തിൽ നന്മയാണ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇന്നെന്നറിയാം, ആ ഭാരം ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. അവൻ ഒഴിഞ്ഞുപോയി, ഭാഗ്യം, അവൻ മാറിക്കിട്ടിയല്ലോ എന്ന് പറയും. നേരെ മറിച്ച് തിരിച്ചു ചെല്ലു പറയും, നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്ത്രീയായിരുന്നു, കഷ്ടമായിപ്പോയി, കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയും. ഇതിലേതായിരിക്കാം നമുക്ക് വെച്ചിരിക്കുന്ന ഉത്തരം എന്ന് ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട. എങ്ങനെ എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിച്ച് പോകാൻ സാധിക്കും എന്ന് മാത്രം ചിന്തിക്കുക. ഞാൻ ചുമ്മാതെ യൂട്യൂബിൽ ഇട്ടേക്കാം, ആരും കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എങ്കിലും എൻ്റെ ജീവചരിത്രം ഒന്ന് എഴുതി വെക്കുന്ന കൂട്ടത്തിൽ ഇത് ഞാൻ ആലേഖനം ചെയ്യും. നല്ല ദിവസം.